ഭിന്നസംഖ്യകളുടെ സങ്കലനവും ദശാംശ രൂപവും. 20 പ്ലസ് 1/10 പ്ലസ് 3/100 ദശാംശ രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസില് ഈ എ ഓപ്ഷനിൽ 2.13 ഇത് തെറ്റാണ്. 20 കൂടെയാണ് ഈ രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടുന്നത്. 20 കൂടെ ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര ഭിന്നസംഖ്യകൾ കൂട്ടിയാലും അത് 20 മേലെയുള്ള ഒരു സംഖ്യയാണ് കിട്ടുക. പക്ഷെ ഇവിടെയോ ഇത് 2 ദശാംശമാണ്, 20 ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഓപ്ഷനും തെറ്റാണ്. ഇത് 1.23 20 ചെറുതാണ്. എപ്പോഴും 20 വലിയൊരു സംഖ്യ 20 കൂടെ ന്യൂനസംഖ്യകൾ കൂട്ടുമ്പോൾ മാത്രമേ 20 ചെറിയ സംഖ്യ കിട്ടാനുള്ള സാധ്യത. ന്യൂനസംഖ്യകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറക്കുക എന്നാണല്ലോ. 20 നിന്ന് കുറക്കുമ്പോൾ 20 ചെറിയ സംഖ്യ കിട്ടും. കൂട്ടുകയാണെങ്കിൽ എപ്പോഴും 20 വലിയ സംഖ്യ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതാണ് 20.13 20.31. ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതാണ് ശരി? അതിനാദ്യം 1/10 3/100 കൂട്ടി നോക്കാം. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1നെ 10 കൊണ്ട് ഹരിക്കുക. 1നെ 10 കൊണ്ട് ഹരിക്കാനുള്ള മാർഗം എന്താ? ഇതിലൊരു 0 ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇതിനൊരു ദശാംശ സ്ഥാനം ചേർത്താൽ മതി. ദശാംശ സ്ഥാനം ചേർത്ത എത്ര വരും? 0.1 പ്ലസ് 1/10 എന്ന് പറഞ്ഞാൽ 0.1. 3/100 അതിന്റെ വില എത്രയാ? ഇവിടെ ഒരു ദശാംശ സ്ഥാനമാണല്ലോ അല്ലേ ലഭിച്ചത്, ഒരു 0 ആയതുകൊണ്ട്. ഇവിടെ 2 0 ഉണ്ട്, അതുകൊണ്ട് ഇതിൽ 2 ദശാംശ സ്ഥാനം ഉണ്ടായാൽ മതി. 3/100 2 ദശാംശ സ്ഥാനം എങ്ങനെ കിട്ടും? ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. രണ്ടാമത്തെ സ്ഥാനം എങ്ങനെ കിട്ടും? ഇതിന്റെ ഇടത് ഭാഗത്ത് ഒരു 0 ചേർക്കുക. 3.0.0. ഇനി ഇവ തമ്മിൽ കൂട്ടുക. ദശാംശ സംഖ്യകളാണ്. 0.1 പ്ലസ് 0.03. ഇവിടെയാണ് തെറ്റിപ്പോകാനുള്ള സാധ്യത. എപ്പോഴും ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ ഈ 2 ദശാംശ സ്ഥാനവും ഒരേ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തെറ്റില്ല. ബാക്കിയുള്ളതൊക്കെ ഒരേ ക്രമത്തിൽ 1 അതിന്റെ നേരെ ചുവടെ ഈ 0 ദശാംശം കഴിഞ്ഞ തൊട്ടടുത്ത സംഖ്യ, എന്നിട്ട് 3 ഇപ്പം അങ്ങനെയാണ് കൂട്ടാവും. ഇനി 3ന് അവിടെ ഒന്നും കൂട്ടാനില്ല, അത് അവിടെ തന്നെ 1 0 കൂടെ കൂട്ടിയാൽ 1. 0.1 0.03 കൂടെ കൂട്ടിയാൽ 0.13 ആണ്. അത് ഓർമ്മിക്കുക. 0.4 എന്നൊന്നും പറഞ്ഞു പോകണ്ട. ഓക്കെ, ഇതാണ് കിട്ടുക. ഇതിന്റെ കൂടെ 20 കൂട്ടണം. 20 കൂട്ടുമ്പോൾ 20 ഇതിന്റെ ഇതാ ഇടത് ഭാഗത്ത് ഇട്ടാൽ മതി, വേറെ കൂട്ടാനൊന്നുമില്ല. 20.13 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം.